യേശു ഇന്ന് ഒരു തലമുറയുടെ വിപത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അത് വെറുതെ അല്ല, കമ്പാരിസനോട് കൂടിയാണ്. യോനയെയും സോളമൻ രാജാവിനെയും കണക്ട് ചെയ്തിട്ടാണ് ഈ കമ്പാരിസൺ നടത്തുന്നത്. യോനയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. യോന പ്രവാചകനാണ്, എന്നാൽ സോളമൻ രാജാവാണ്. ഈ രണ്ടുപേരും ഒരേ സമയത്ത് ദൈവിക ജ്ഞാനം മനുഷ്യരിൽ എത്തിക്കാൻ നോക്കിയവരാണ്. അങ്ങനെ അവർ എത്തിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിജാതീയരൊക്കെ മാനസാന്തരപ്പെട്ടു. ഇവിടെ യേശു പ്രവാചകനുമാണ്, രാജാവുമാണ്. അങ്ങനെ പ്രവാചകൻ രാജാവുമായിട്ട് അവൻ യഹൂദരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടുന്നില്ല. പണ്ട് അവർ പറഞ്ഞപ്പോൾ വിജാതീയർ പോലും മാനസാന്തരപ്പെട്ടു, എന്നാലിവിടെ യഹൂദർ പോലും മാനസാന്തരപ്പെടുന്നില്ല. അതാണ് യേശുവിനെ ഏറ്റവും അധികം ദേഷ്യപ്പെടുത്തിക്കുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ടുള്ള കാര്യം, യോന നിലബയിലെ അസിറിയക്കാർക്കാണ് ദൈവവചനം പ്രഘോഷിച്ചത്. സോളമനാകട്ടെ ഷീബ രാജ്ഞിക്കാണ് ദൈവവചനം പ്രഘോഷിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ഒരേപോലെയുള്ള ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഒരു സമയത്ത് യേശുവിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നവരാണ്. ഇവർ രണ്ടുപേരിൽ നിന്നും ദൈവവചനം സ്വീകരിച്ചത് വിജാതീയരായിരുന്നു. ദൈവവചന പ്രഘോഷണത്തിലൂടെ ഇവർ രണ്ടുപേരും ലക്ഷ്യം വെച്ച ഒരേ കാര്യമാണ് അനുതാപം. എന്നാൽ ഇവിടെ യേശു ദൈവവചനമാണ്, യേശു തന്നെയാണ് ദൈവവചനം. അവൻ തന്നെ മാംസം ധരിച്ച് അവരുടെ മുമ്പിലും സംസാരിച്ചപ്പോൾ അവർ അനുതപിച്ചില്ല. ഈ രണ്ട് കാരണങ്ങളോട് കൂടിയാണ് യേശു ഒരു തലമുറയെ ദുഷിച്ച തലമുറ എന്ന് വിശേഷിപ്പിച്ചത്. കാര്യം എന്തായിരിക്കും? കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, തൻ്റെ മുമ്പിലിരിക്കുന്ന ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചില്ല. അവർ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയത് ഒരു കാലത്തിൻ്റെ കാത്തിരിപ്പാണെന്നും രക്ഷയുടെ സത്യമാണെന്നും അവർ മനസ്സിലാക്കാതിരുന്നത് കൊണ്ടാണ് ക്രിസ്തു ആ തലമുറയെ ദുഷിച്ച തലമുറ എന്ന് വിശേഷിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു മുമ്പിലിരിക്കുന്ന ആളെ മനസ്സിലാക്കാതെ പോയതാണ് ആ തലമുറയുടെ വിപത്ത്. അത് ആ തലമുറയുടെ മാത്രമല്ല, ഈ തലമുറയുടെ വിപത്ത് അത് തന്നെയാണ്. മുമ്പിലിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാതെ പോകുന്നത്, ദിവ്യകാരണത്തിൽ സന്നിഹിതരായിരിക്കും ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നത്. ഒരു കാലഘട്ടം ഇന്നും ദിവ്യകാരുണ്യ ഭക്തിയിൽ നകലുമ്പോൾ, ദൈവത്തിൽ നകലുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ടത് ഈ തലമുറയും എവിടേക്കോ ദുഷിച്ച തലമുറയല്ലേ? ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെയല്ലേ? സജീവനായ ദൈവം നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.